കഴിഞ്ഞ ദിവസമാണ് കൊടും ക്രിമിനലായ ഗോവിന്ദച്ചാമി അതിസുരക്ഷാ ജയിൽ എന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിച്ചത് കേരള പോലീസിന് ആശ്വാസകരമായെങ്കിലും ദുരൂഹത വൻ ചർച്ചയ്ക്ക് വഴിവിട്ടിരിക്കുകയാണ്. അന്വേഷണ വിധേയമായി 4 ജയിൽ ഉദ്യോഗസ്ഥരെ അന്നു തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഹെഡ് വാർഡനെയും 3 വാർഡന്മാരെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ജയിലിലെ ഇലക്ട്രിക് വേലിയും CCTVയും പ്രവർത്തിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്തതിനു ശേഷം മൊബൈൽ ഫോണും പണവും കൈക്കലാക്കുകയും ചെയ്ത കൊടും ക്രിമിനലായ ഒറ്റക്കയ്യനാണ് ഗോവിന്ദച്ചാമി. ജയിൽ ജീവനക്കാരുടെ ഫോൺ ഉപയോഗം മറയാക്കി മാസങ്ങൾ നീണ്ട പ്രവർത്തനമാണ് ജയിൽ ചാട്ടത്തിന് പ്രതി തയ്യാറാക്കിയത്. ഗുരുവായൂരിൽ മോഷണം നടത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി. എന്നാൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയതും ഗോവിന്ദച്ചാമിക്ക് വിനയായി. 2011 നവംബർ 11 കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നുവെങ്കിലും 2016 സെപ്റ്റംബറിൽ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തിരുന്നു. വധശിക്ഷ ലഭിക്കാനുള്ള സാഹചര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നതാണ് വധശിക്ഷ റദ്ദാക്കാൻ കാരണമെന്ന് സുപ്രീം കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ജയിൽ ചാട്ടത്തിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പഹൽഗാമിൽ ഉണ്ടായതും സുരക്ഷാ വീഴ്ചയാണെന്നും അത്തരം സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉണ്ടായതെന്നും ജയിൽ ഉപദേശക സമിതി അംഗം P. ജയരാജൻ പറഞ്ഞു. ആദ്യപടിയായി ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടെന്നും തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജയിലിലെ വാർഡന്മാർ മിക്ക സമയത്തും ഫോണിൽ കളിയാണ്. അവരുടെ ശ്രദ്ധ മനസ്സിലാക്കാൻ പ്ലേറ്റും ഗ്ലാസും പുറത്തേക്ക് എറിഞ്ഞ് പരീക്ഷിച്ചിരുന്നു ഗോവിന്ദച്ചാമി. എന്നാൽ ഫോണിൽ മുഴുകിയിരിക്കുന്ന വാർഡന്മാർ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നും പ്രതി പറഞ്ഞു. അഴി അറുക്കാൻ തുടങ്ങിയിട്ട് തന്നെ 4 മാസമായി. കമ്പി നൂൽവണ്ണമായിട്ടും ആരും നോക്കിയില്ല. രാത്രികളിൽ ഉറങ്ങാതെയാണ് കമ്പി മുറിച്ചുകൊണ്ടിരുന്നത്. കൈയും പല്ലും ഉപയോഗിച്ച് തുണിയിൽ കടിച്ചു പിടിച്ചാണ് മതിൽ ചാട്ടം ഗോവിന്ദച്ചാമി നടത്തിയത്. ഇനി ഗോവിന്ദച്ചാമി എത്തുക കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ്. ഒറ്റയ്ക്കൊരു സെല്ലായിരിക്കും ലഭിക്കുക. ഫാൻ, കട്ടിൽ, CCTV ക്യാമറ എന്നിവ മുറിയിൽ ഉണ്ടായിരിക്കും. സഹതടവുകാരെ കാണാൻ പോലും സാധിക്കില്ല. ഭക്ഷണം സെല്ലിൽ ഇരുന്ന് തന്നെ കഴിക്കണം. ഒരു കാരണവശാലും സെല്ലിന് പുറത്തിറങ്ങാനാവില്ല. 536 പേരെ താമസിപ്പിക്കാവുന്ന വിയ്യൂർ ജയിലിൽ 125 കൊടും കുറ്റവാളികളാണുള്ളത്. അവിടേക്കാണ് നമ്മുടെ ഗോവിന്ദച്ചാമിയും എത്തിയിരിക്കുന്നത്.